നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ ഒഴിയാൻ BDJS തയ്യാറെടുക്കുന്നു. പൂഞ്ഞാറിന് പകരം കോട്ടയമോ കടുത്തുരുത്തിയോ ആവശ്യപ്പെടും. വൈക്കത്തും ഇത്തവണ BDJS മത്സരിക്കുമെന്നാണ് കോട്ടയത്ത് നിന്ന് നമ്മുടെ ബ്യൂറോ പറയുന്നത്. ടോബി ജോൺസൺ ചേരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ്കേൻ. എന്തായാലും പൂഞ്ഞാർ വേണ്ട എന്നുള്ളൊരു നിലപാടാണ് BDJSന് ഇത്തവണയുള്ളത്. അതിനുള്ള കാരണം കഴിഞ്ഞ തവണത്തെ വലിയൊരു പരാജയം തന്നെയായിരുന്നു. BJPക്ക് 2016 ലഭിച്ച 13% വോട്ട് ഷെയർ അത് കഴിഞ്ഞ തവണ ലഭിച്ചില്ല. 2021 0.3%, അതായത് 2965 വോട്ടുകൾ മാത്രമാണ് KG സെൻ എന്ന് പറയുന്ന BDJSന്റെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണ യാതൊരു പോരാട്ടവും കാഴ്ചവെക്കാൻ സാധിക്കാത്ത ആ ഒരു പൂഞ്ഞാർ വേണ്ട എന്നുള്ളൊരു നിലപാടാണ് BDJS ുള്ളത്. അതിന് പകരമായിട്ട് കോട്ടയം, കടുത്തുരുത്തി തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം വേണമെന്നുള്ള നിലപാടാണ് അവർക്കുള്ളത്. വൈക്കം ഓൾറെഡി അവരുടെ അക്കൗണ്ടിലുള്ളതാണ്. വൈക്കത്ത് ഇത്തവണയും BDJS തന്നെ മത്സരിച്ചേക്കും. എന്നാൽ അതിനുശേഷം രണ്ടാമത്തെ സീറ്റ് എന്നത് അത് കോട്ടയമോ കടുത്തുരുത്തിയോ. ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, ഏറെ ശക്തിയുള്ള അവരുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള ഏറ്റുമാനൂരിൽ ഇത്തവണയും ക്ലെയിം ഉന്നയിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് ഏറ്റുമാനൂരിൽ മത്സരിക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ, അതായത് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷം അത് BJPക്ക് ആ സീറ്റ് കൈമാറുകയായിരുന്നു. ഏറ്റുമാനൂർ മത്സരിക്കാൻ അവർ തയ്യാറായില്ല. എന്തായാലും ഇത്തവണയും പരിഗണനയിൽ ഏറ്റുമാനൂർ ഇല്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. കടുത്തുരുത്തിയോ കോട്ടയമോ രണ്ടാമത്തെ സീറ്റായിട്ട് ലഭിക്കണമെന്നൊരു ആവശ്യമാണ് ജില്ലാ ഘടകത്തിനുള്ളത്. അങ്ങനെ മൊത്തം 3 സീറ്റ്, വൈക്കം, കോട്ടയം, കടുത്തുരുത്തി, ഈ 3 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താനാണ് ആലോചിക്കുന്നത്. BJP കോട്ടയത്ത് കഴിഞ്ഞ തവണ ദയനീയമായിട്ടുള്ള പരാജയം അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. മിനർവ മോഹനായിരുന്നു അവരുടെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ ഈ സീറ്റ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ BDJSന് കാര്യമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. അങ്ങനെ 3 സീറ്റുകളാണ് ജില്ലാ ഘടകം ഇപ്പോൾ കരുതി വച്ചിരിക്കുന്നത്. ഇക്കാര്യം സംസ്ഥാനത്തെ ഘടകത്തെ ഉടൻ തന്നെ അറിയിക്കും. അതിനുശേഷം NDA നേതൃത്വവുമായി സംസാരിച്ച് ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും പൂഞ്ഞാർ ഇത്തവണ വേണ്ട എന്നുള്ള നിലപാടിലേക്ക് BDJS എത്തിയിരിക്കുന്നു. അവിടെ ഷോൺ ജോർജും PC ജോർജും ഇപ്പോൾ BJPയുടെ ഭാഗമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവരിൽ ആരെങ്കിലും സ്ഥാനാർത്ഥിയായിട്ട് വരുമോ എന്നുള്ള സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. പാലായിലേക്ക് ഷോൺ ജോർജ് വരികയാണെങ്കിൽ പൂഞ്ഞാറിൽ PC ജോർജ് മത്സരിക്കുമോ എന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. അതല്ല, അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി അവിടെ മത്സരിപ്പിക്കാൻ BJP തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും കാഞ്ഞിരപ്പള്ളിയിലും പൂഞ്ഞാറിലുമൊക്കെ PC ജോർജിന്റെ പേരും സജീവ ചർച്ചയിലുണ്ട്. അതുകൊണ്ട് തന്നെ NDA ഇക്കാര്യത്തിൽ ഒരു നിർണായക തീരുമാനം എടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് വലിയൊരു ചർച്ചയായി വരും ദിവസങ്ങളിൽ മാറുമെന്നും ഉറപ്പാണ്. സ്കൈൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.